കോൺഗ്രസ് പാർട്ടിയുടെ സ്ഥാനാർത്ഥി ലിസ്റ്റിൽ ഒരു പേര് വരിക എന്ന് പറഞ്ഞാൽ തന്നെ അതൊരു വലിയ കാര്യമായിട്ട് കരുതുന്നു. കാരണം കഴിഞ്ഞ 1.5 വർഷക്കാലം മുമ്പ് മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ഈ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി മാറിയപ്പോൾ ഈ പ്രസ്ഥാനവും ഈ മുന്നണിയും ഇരു കൈ നീട്ടിയാണ് എന്നെ സ്വീകരിച്ചത്. ഒരു കൂടപ്പുറപ്പായിട്ട് എന്നെ കൂടെ കൊണ്ടു നടന്നിട്ടുണ്ട്. കണ്ണിലെ കൃഷ്ണമണി പോലെ എന്നെ ഈ പ്രസ്ഥാനം സംരക്ഷിച്ചിട്ടുണ്ട്. ഞാനും തിരിച്ച് ഈ പ്രസ്ഥാനത്തിന് വേണ്ടി എന്നാൽ കഴിയുന്ന എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് ഈ പാർട്ടിയിൽ ചേർന്നതിന് ശേഷം രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലേക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി പരമാവധി പരിശ്രമിച്ചതാണ്. എനിക്ക് തോന്നുന്നൊരു 10-14ഓളം കേസുകൾ ഈ ഒരു 1.5 വർഷക്കാലത്തിനുള്ളിൽ പിണറായി സർക്കാരിനെതിരെ നടന്നിട്ടുള്ള സമരങ്ങളിൽ പങ്കെടുത്തുകൊണ്ട് എനിക്ക് നേരെ വരികയുണ്ടായി. ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ സമരത്തിൽ പങ്കെടുത്തുകൊണ്ട് ജയിലിൽ പോയി 10 ദിവസം ജയിലിൽ കിടന്നു. അപ്പോൾ കഴിഞ്ഞ 1.5 വർഷക്കാലം കൊണ്ട് കോൺഗ്രസ് പാർട്ടിയുടെ ഒരു പ്രവർത്തകൻ എന്നുള്ള രീതിയിൽ പാർട്ടി നിർദ്ദേശിച്ച കാര്യങ്ങൾ ചെയ്യാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ പാർട്ടി നൽകിയ ഒരു അംഗീകാരമായിട്ടാണ് ഈ സ്ഥാനത്വത്തെ കരുതിയത്. തൃക്കരിപ്പൂര് 6 പതിറ്റാണ്ട് കാലം ഇടതുപക്ഷത്തിന് നിരന്തരം അവർ മാത്രം വിജയിച്ച, പ്രത്യേകിച്ച് EMS നമ്പൂതിരിപ്പാടും EK നായനാരുമൊക്കെ 2 മുഖ്യമന്ത്രിമാരെ സംഭാവന ചെയ്തിട്ടുള്ള സഖാവ് EK നായനാർ നിരന്തരമായി ജയിച്ചു വന്നിട്ടുള്ള 10,000-കണക്കിന് വോട്ടുകളുടെ ലീഡുള്ള ഒരു നിയോജക മണ്ഡലം. CPM നോമിനേഷൻ കൊടുത്താൽ ആരെ നിർത്തിയാലും വിജയിക്കുമെന്ന് അവർക്ക് ഒരല്പം അഹംഭാവം ഉണ്ടായിരുന്ന ഒരു നിയോജക മണ്ഡലം. ആ നിയോജക മണ്ഡലം കോൺഗ്രസ് പ്രസ്ഥാനത്തിന് വേണ്ടി UDFന് വേണ്ടി പിടിച്ചെടുക്കാൻ വേണ്ടിയാണ് നേതൃത്വം എന്നെ നിയോഗിച്ചത്. തീർച്ചയായിട്ടും അതൊരു ചലഞ്ചായിരുന്നു. എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലുടനീളം അത്തരം ചലഞ്ചുകളെ ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട്. ഒരു പൊതുപ്രവർത്തനം എന്നുള്ള എനിക്ക് എൻ്റെ പാർട്ടി ഏൽപ്പിക്കുന്നൊരു ഉത്തരവാദിത്തമാണത്. പക്ഷേ ആ നിയോജകമണ്ഡലം വിജയിക്കാൻ സാധിക്കുമെന്നൊരു തോന്നൽ, അതുമായി ബന്ധപ്പെട്ട് സ്ഥാനാർത്ഥിത്വം കിട്ടിയപ്പോൾ ഒരു ഏതാനും മണിക്കൂറുകൾക്കകം നമ്മൾ ഒരു വളരെ പ്രൊഫഷണലായിട്ടുള്ള രീതിയിലൊരു ഡേറ്റ മൈനിങ് നടത്തി അവിടുത്തെ ഡേറ്റയെല്ലാം എടുത്ത സമയത്ത് നമുക്കത് ജയിക്കാൻ കഴിയുന്നൊരു സാഹചര്യമുണ്ട് എന്ന് മനസ്സിലാക്കി മൈക്രോ ലെവൽ ഒരു ബൂത്ത് ലെവൽ ഒരു മാനേജ്മെൻറ്റ്, ഇലക്ഷൻ മാനേജ്മെൻറ്റ് സിസ്റ്റം ഞങ്ങൾ പരമാവധി നമ്മൾ ആഗ്രഹിച്ചതിൻ്റെ ഒരു 50% മാത്രമേ അവിടെ നടപ്പാക്കാൻ സാധിച്ചിട്ടുള്ളൂ. അത് ചെയ്തു. അവിടുത്തെ ഒരു സവിശേഷമായ സാഹചര്യം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലേതുപോലെയല്ല. അവിടെ വലിയ തോതിൽ CPMന് സ്വാധീനമുള്ള പാർട്ടി ഗ്രാമങ്ങളുള്ള, CPMൻ്റെ രാഷ്ട്രീയ ചരിത്രവുമായി ഏറെ ബന്ധപ്പെട്ട് കിടക്കുന്ന, ഇഴചേർന്ന് കിടക്കുന്ന കയ്യൂർ, ചീമേനി, മുനയംകുന്ന് പോലെയുള്ള, പിലിക്കോട് പോലെയുള്ള പാർട്ടി ഗ്രാമങ്ങളുള്ള മേഖലയാണ്. അവിടെ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് ഇതര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് രാഷ്ട്രീയ പ്രവർത്തനം നടത്താനുള്ള സ്വാതന്ത്ര്യം പോലുമില്ല. ഏതാണ്ട് 19 ബൂത്തുകളിൽ എൻട്രി പോലുമില്ല. അവിടെ പോസ്റ്റർ വയ്ക്കാൻ സാധിക്കില്ല, ഫ്ലെക്സ് വയ്ക്കാൻ സാധിക്കില്ല, ഇന്ന ഏജൻറ്റിന് ഇരുത്താൻ സാധിക്കില്ല. അത്തരം ബൂത്തുകളുടെ പ്രദേശത്തേക്കാണ് ഇലക്ഷൻ മത്സരിക്കാൻ പോയത്. 19 ബൂത്തുകൾ, ഈ ആകെ 218 ബൂത്തുകളിൽ 50 ബൂത്തിൽ പ്രവർത്തിക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞാൽ ഉള്ള സാഹചര്യം നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. പക്ഷേ നമ്മളൊരു സോഷ്യൽ മീഡിയ സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്തു. പോസ്റ്ററും ഫ്ലെക്സും വയ്ക്കാൻ പറ്റാത്തിടത്ത്, നമുക്ക് അഭ്യർത്ഥന കൊണ്ട് പോകാൻ കഴിയാത്തിടത്ത് ആളുകളുടെ സ്മാർട്ട് ഫോണിലേക്ക് ഞങ്ങൾ എത്തിച്ചേർന്നു. അതെന്തായാലും തടയാൻ സാധിക്കില്ലായിരുന്നു. അങ്ങനെ നല്ലൊരു സോഷ്യൽ മീഡിയ സ്ട്രാറ്റജി ഉണ്ടായിരുന്നു. ഒരു മാറ്റത്തിന് വേണ്ടിയുള്ള ആഗ്രഹം ജനങ്ങളിലേക്ക് എത്തി. UDFന് വിജയിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസം 1-ാം ദിവസം മുതൽക്ക് തന്നെ അവിടെ ഉണ്ടായി. അത് ഞങ്ങളൊരു മൂവ്മെൻറ്റായി, ഒരു മാസ് മൂവ്മെൻറ്റായിട്ട് അതിനെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു. അതിനെ നല്ല രീതിയിൽ UDF സംവിധാനം എണ്ണയിട്ട യന്ത്രം പോലെ അവിടെ പ്രവർത്തിച്ചു. അവിടുത്തെ UDF ചെയർമാനും കൺവീനറും അവിടെ മുസ്ലിം ലീഗിൻ്റെ നേതാവ് കൂടിയായിട്ടുള്ള ശ്രീ ബഷീറും അതുപോലെ തന്നെ ശ്രീ രാജേന്ദ്രനും ഉൾപ്പെടെയുള്ള ഒപ്പം അവിടുത്തെ DCC പ്രസിഡൻറ്റും മുസ്ലിം ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും മുഴുവൻ നേതൃത്വവും, യൂത്ത് ലീഗ്, യൂത്ത് കോൺഗ്രസ്, MSF, KSU, വനിതാ ലീഗ്, മഹിളാ കോൺഗ്രസ് അടക്കമുള്ള മുഴുവൻ പോഷക സംഘടനകളും, ഒപ്പം പ്രവാസി സംഘടന KMCC, മിൻകാസും OICCയും പോലെയുള്ള പ്രവാസി സംഘടനകളുമൊക്കെ നടത്തിയിട്ടുള്ളൊരു വലിയ ക്യാമ്പയിൻ. ഒപ്പം സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട എല്ലാ നേതാക്കളും, ഒരുവിധ എല്ലാ നേതാക്കളും തൃക്കരിപ്പൂരിൽ വന്നു. ശ്രീ ഷാഫി പറമ്പിൽ റോഡ് ഷോയോട് കൂടിയിട്ടാണ് ഞങ്ങൾ ആരംഭിച്ചത്. പിന്നീട് കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി, സംഘടനാ ചുമതലയുള്ള ശ്രീ KC വേണുഗോപാൽ അവിടെ നേരിട്ട് വന്നു. ഒപ്പം ശ്രീ രമേശ് ചെന്നിത്തലയും ശ്രീ K സുധാകരനും അടക്കമുള്ള കോൺഗ്രസ് നേതൃത്വം അവിടെ എത്തി. ഞാൻ തൃക്കരിപ്പൂരിലേക്ക് പോകുന്നതിന് മുമ്പ് പാണക്കാട് കുടപ്പനക്കൽ തറവാട്ടിലെത്തി ബഹുമാനായിട്ടുള്ള പാണക്കാട് സാദിഖ് അലി തങ്ങളുടെ അനുഗ്രഹം തേടിയിട്ടാണ് പോകുന്നത്. അദ്ദേഹം അവിടെ നേരിട്ട് വന്നു. ഒപ്പം ബഹുമാനായിട്ടുള്ള മുനവർ അലി തങ്ങൾ ഞങ്ങളുടെ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യാൻ വന്നു. ബഹുമാനായിട്ടുള്ള ബഷീർ അലി തങ്ങൾ അവിടെ വന്നു.
ബഹുമാനായിട്ടുള്ള അബ്ദുൽ സമദ് സമദാനി MP വന്നു, ബഹുമാനായിട്ടുള്ള MK മുനീർ സാഹിബ് വന്നു, ഉമ്മൻചാണ്ടിയുടെ മകൾ, അന്തരിച്ച മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മകൾ മറിയം ഉമ്മൻ അവിടെ പ്രചാരണത്തിനെത്തി. ഒപ്പം കോഴിക്കോട് MP രാഘവേട്ടൻ അടക്കമുള്ളവർ, NK പ്രേമേന്ദ്രൻ, കൊല്ലത്തിൻ്റെ MP ആയിട്ടുള്ള NK പ്രേമേന്ദ്രൻ, അങ്ങനെ UDFൻ്റെ കേരളത്തിലെ ഏറ്റവും സമുന്നതരായിട്ടുള്ള പ്രധാനപ്പെട്ട ഏതാണ്ട് എല്ലാ നേതാക്കളും എനിക്ക് വേണ്ടി അവിടെ പ്രചരണത്തിന് വന്നു. ഏതാണ്ട് ഞങ്ങൾക്ക് കിട്ടിയതൊരു 10-20 ദിവസം ആണെങ്കിൽ പോലും വളരെ കൃത്യമായ രീതിയിൽ പ്രചരണം നടത്താൻ സാധിച്ചു. ഒരു 4,000-5,000-ത്തിലധികം കള്ളവോട്ടുകൾ CPM അവിടെ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഞങ്ങളെക്കൊണ്ട് കഴിയുന്നത്ര കള്ളവോട്ടുകൾ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ പല ബൂത്തുകളിലും ആളെ ഇരുത്താൻ കഴിയാത്ത, ഏജൻസിനെ ഇരുത്താൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. ഏജൻസിനെ ഇരുത്തിയ CPMൻ്റെ പാർട്ടി ഗ്രാമങ്ങളിൽ ഒരു ഉദിനൂർ എന്ന് പറയുന്ന സ്ഥലത്തെ ബൂത്തിൽ 4 മണി വരെ അവിടെ മഹിളാ കോൺഗ്രസിൻ്റെ ഒരു പ്രവർത്തകയായിരുന്നു അവിടെ ഏജൻ്റായി. അവർ ബാത്റൂമിലേക്ക് പോകാൻ പോലും അവർക്ക് ഭയമായിരുന്നു. പോയി കഴിഞ്ഞാൽ ബാത്റൂമിൽ പൂട്ടിയിടുമോ എന്നുള്ള പേടികൊണ്ട് അവർ അവിടെ തന്നെ ഇരുന്നു. പക്ഷേ 4 മണിക്കും അവർ കള്ളവോട്ട് തടഞ്ഞുകൊണ്ട് സധൈര്യം അവിടെ ഇരുന്നപ്പോൾ അവരുടെ ദേഹത്തേക്ക് നായക്കുറണപ്പൊടി എറിഞ്ഞു, അവരെ ആശുപത്രിയിലാക്കി. പിന്നീട് അവിടെ കള്ളവോട്ട് കിടന്നു. അങ്ങനെ ഏതാണ്ട് ഒരു 10,000-ത്തോളം കള്ളവോട്ട് അവിടെ CPM ചെയ്തു. ആ കള്ളവോട്ട് കൂടി ഇല്ലായിരുന്നെങ്കിൽ ഭൂരിപക്ഷം തീർച്ചയായിട്ടും അത് 10,000-ത്തിലേറെ. ഈ ഗൾഫ് യുദ്ധ സാഹചര്യം കൂടി ഇല്ലായിരുന്നെങ്കിൽ അതിലുമേറെ പോകുന്നവരും. എന്തായാലും കള്ളവോട്ട്, അതുപോലെ തന്നെ ചില വോട്ട് മറിക്കലുകൾ, ഇതിനെയൊക്കെ മറികടന്നുകൊണ്ട് നേടിയിട്ടുള്ള UDF നേടിയിട്ടുള്ള ഉജ്ജ്വലമായിട്ടുള്ള വിജയമാണ്. തൃക്കരിപ്പൂരിലെ ജനങ്ങൾ അവരുടെ ഒരു സ്വന്തം കൂടപ്പിറപ്പിനെ പോലെ ഏറ്റെടുത്തതിലുള്ള അതിയായ സന്തോഷമുണ്ട്. സ്നേഹം വാരിക്കോരി തരുന്നൊരു ജനതയാണ്. തീർച്ചയായിട്ടും അവർ നൽകിയ സ്നേഹത്തിന് ഞാൻ എന്നും കടപ്പെട്ടിരിക്കും. തീർച്ചയായിട്ടും ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ അവിടെ ചെയ്യാനുണ്ട്. അത്തരം കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയുള്ളൊരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. UDF ഗവൺമെൻറ്റിൻ്റെ സഹായത്തോടു കൂടി ഒരു തൃക്കരിപ്പൂരിനെ വികസനത്തിൻ്റെ പുതിയ പാതയിലേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അല്ല, ഈ രാജ്യത്ത് മതനിരപേക്ഷ പക്ഷത്തേക്ക് കടന്നു വരിക എന്നുള്ളത് ഏതൊരു ഈ നാടിനെ സ്നേഹിക്കുന്ന, മതനിരപേക്ഷതയെ സ്നേഹിക്കുന്ന, അല്ലെങ്കിൽ ഒരു സമാധാന ജീവിതം ആഗ്രഹിക്കുന്ന ഏതൊരാളും ചെയ്യേണ്ടുന്ന കാര്യമാണ്. ഞാനത് സ്വീകരിക്കാൻ വേണ്ടി തയ്യാറായപ്പോൾ ഈ നാട് മുഴുവൻ ഒപ്പം നിന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നാട്ടിലത് ഞാനവിടെ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ട് ഈസ്റ്റ് എളേരി പഞ്ചായത്തിൽ ഒരു ദിവസം രാവിലെ പോയപ്പോൾ രാവിലെ ഒരു ക്രൈസ്തവ ദേവാലയത്തിൽ നിന്ന് അവിടുത്തെ പുരോഹിതൻ എൻ്റെ ശിരസിൽ കുരിശ് വരച്ചുകൊണ്ട് എന്നെ ബ്ലെസ് ചെയ്തു. അരമണിക്കൂറിനപ്പുറം മറ്റൊരു മുസ്ലിം ദേവാലയത്തിൽ പോയപ്പോൾ അവിടെ അതെന്തായിരുന്നു, അവിടെ നമ്മുടെ ഒരു മഖാമിൽ പോയ സമയത്ത് അവിടെ നമുക്ക് വേണ്ടിയിട്ടുള്ളൊരു പ്രത്യേക പ്രാർത്ഥന അവിടെ ഉണ്ടായി. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് മറ്റൊരു ക്ഷേത്രത്തിൽ പോയി. അവിടെ ചെന്നപ്പോൾ അവിടുത്തെ പൂജാരിയും അടക്കമുള്ളവർ ഇറങ്ങി വന്ന് നമുക്ക് വേണ്ടി പ്രത്യേക പ്രാർത്ഥന നടത്തിക്കൊണ്ട് സന്ദീപ് ജയിക്കും എന്ന അവിടെ ആ ക്ഷേത്രത്തിന് മുന്നിൽ വെച്ചിട്ട് എനിക്ക് പ്രസാദം തന്നുകൊണ്ട് പറഞ്ഞു. അപ്പം ഒരു അരമണിക്കൂർ വ്യത്യാസത്തിൽ ഈ രാജ്യത്തെ മുസ്ലിം, ക്രൈസ്തവ, ഹിന്ദു പുരോഹിതരുടെ, വിശ്വാസികളുടെ മനസ്സ് തുറന്നുള്ള പ്രാർത്ഥനയും അനുഗ്രഹവും സ്നേഹവും ഒക്കെ കൈപ്പറ്റുക എന്ന് പറഞ്ഞാൽ അത് തീർച്ചയായിട്ടും ഒരു UDFൽ പ്രവർത്തിക്കുന്ന ഒരാൾക്ക് മാത്രം സാധിക്കുന്ന കാര്യമാണ്, കിട്ടുന്ന കാര്യമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു മഹാഭാഗ്യമായിട്ടാണ് കരുതുന്നത്. അതുകൊണ്ട് അത്രയും സ്നേഹവും കരുതലൊക്കെ തന്ന ആ ജനതയോട് എനിക്ക് തിരിച്ചും എന്നും കടപ്പാടുണ്ടായിരിക്കും.